ഉത്സവരാത്രികളെ ഉണർത്തിയെടുക്കുന്നതാണ് പണിക്കർമാരുടെ അവകാശം. ക്ഷേത്രമതിലിന് പുറത്തുള്ള കൂത്തുമാടത്തിൽ തോൽപ്പാവക്കൂത്ത് നടത്തുകയാണ് ഇവർ ചെയ്യുന്നത്. സംഹാരരുദ്രയായ കാളിക്ക് പിതാവായ ശിവൻ രാമായണ കഥ ചൊല്ലിക്കേൾപ്പിച്ച് സാന്ത്വനം നൽകുന്നതിൻ്റെ പുനർ അവതരണമാണ് ഇവിടെ നടക്കുന്നത്. പണ്ടവർക്കു പങ്കായി നിന്റെ പരാമനെ പച്ചമുകിൽ വർണ്ണനേ. കമ്പരാമായണത്തെ അടിസ്ഥാനമാക്കി പഞ്ചവടി പ്രവേശം മുതൽ പട്ടാഭിഷേകം വരെയുള്ള കഥയാണ് ഇവിടെ അവതരിപ്പിക്കുക. ഈ കഥയെ 21 ഭാഗങ്ങളാക്കി 3 വർഷത്തെ ഉത്സവകാലത്തായാണ് അവതരിപ്പിക്കുന്നത്. കൂത്തുമാടത്തിന് പുറത്തുള്ള ആൽത്തറയിൽ വന്നിരുന്ന് ഉറക്കമിളച്ച് കാളി ഈ കഥ മുഴുവൻ കേൾക്കുമെന്നാണ് വിശ്വാസം. കല്ലാറ്റക്കുറുപ്പന്മാരുടെ അവകാശമായ കളമെഴുത്തുപാട്ട് തിരുവളയനാട് കാവിനെ സംബന്ധിച്ച് പ്രധാനമാണ്. കാവിന്റെ ഐതിഹ്യത്തിൽ പറയുന്ന ധൂളി ചിത്രമാണ് ഇവിടെ വരയ്ക്കുന്നത്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ദേവീ രൂപമാണ് വരയ്ക്കുന്നത്. ഇവിടെ വട്ടക്കളമാണ്. സങ്കീർണമായ കളത്തിലെ ഓരോ കള്ളിയും കുറുപ്പ് തൻ്റെ കരവിരുത് ചേർത്ത് ശ്രദ്ധയോടെ വരയ്ക്കും. വരച്ച ശേഷം നമ്പൂതിരിയെ കൊണ്ട് കളം പൂജ നടത്തിക്കുന്നു. ശേഷം കളംപാട്ട് നടത്തും. പിന്നീട് കുറുപ്പ് ചടുലമായി നൃത്തം ചെയ്ത് കളം മായ്ക്കുന്നു. വലിയാറാട്ട് ദിവസം ഇവിടെ വിശേഷമായ വട്ടക്കളമാണ് വരയ്ക്കുന്നത്. ദാരിക നിഗ്രഹത്തിനു ശേഷം കലിയടങ്ങാതെ കൈലാസത്തിലെത്തിയ കാളിയെ സാന്ത്വനപ്പെടുത്താൻ ഭഗവാൻ സുബ്രഹ്മണ്യൻ ദേവിയുടെ ധൂളി ചിത്രം വരച്ചു വെച്ചിരുന്നുവെന്നാണ് വിശ്വാസം. തിരുവളയനാട്ടുകാവിൻ്റെ ഇന്നത്തെ യശസ്സിന് നിദാനമായി നിരവധി മഹത്തുക്കളായ വ്യക്തികളുടെയും ഭക്തരുടെയും അധ്വാനവും പ്രാർത്ഥനയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കയറാട്ട് ശിവരാമമേനോൻ, തോട്ടരക്കളം ശങ്കരയ്യർ, മേക്കോട്ട് ശങ്കരൻ നായർ കൂടാതെ അന്തരിച്ച പി വിഷ്ണു നമ്പൂതിരി, നല്ലൂർക്കളം അപ്പുണ്ണിമേനോൻ, ഉണ്ണികൃഷ്ണക്കുറുപ്പ്, ടി പി നാരായണ മാഷ്, പൊട്ടൻചോല രാമൻകുട്ടി നായർ, കെ സി ഭാസ്കരൻ വെള്ളോടി, കോട്ടയിൽ രാമഗുപ്തൻ, പി എം നാരായണൻ നായർ എന്നിവരാണവർ. അമ്മയുടെ ഉത്സവത്തെ ചൈതന്യവത്താക്കാൻ ജാതി കൂട്ടായ്മകളും നാട്ടുകൂട്ടായ്മകളും മത്സരിക്കുന്നതിൻ്റെ ചിത്രവും ഇവിടെ കാണാം. വലിയാറാട്ട് മുതൽ ചെറുമക്കൾ നടത്തുന്ന വട്ടക്കളി അവരുടെ ദേവിയിലുള്ള വിശ്വാസവും കൂറും സാന്നിധ്യവും ദേവിയെ അറിയിക്കലാണ്. ഉത്സവകാലത്ത് നാട്ടുകൂട്ടായ്മകൾ ഉത്സവം ഗംഭീരമാക്കാൻ രാത്രികാലങ്ങളിൽ നടത്തുന്ന ലേലം ആവേശകരമാണ്. ഇങ്ങനെ സ്വരൂപിക്കുന്ന പണം കൊണ്ട് ഓരോ ചെറുകൂട്ടായ്മയും കാവിലേക്ക് തങ്ങളുടേതായ വേല സംഘടിപ്പിക്കും. ഈ വേലകളിൽ കാവിലേക്ക് ദേവിയെ പ്രീതിപ്പെടുത്താൻ കാള, കുതിര, കരിവേല,
കൂറ തുടങ്ങിയവ നേർച്ചയെന്നോണം ഉണ്ടായിരിക്കും. വള്ളുവനാട്ടിലെ ഈ പ്രധാനപ്പെട്ട പൂരങ്ങൾ ഈ ചെനക്കത്തൂർ, പരിയാനംപറ്റ, മണ്ണാർക്കാട് പൂരം, തിരുമാതാംകുന്ന് പൂരം എന്നത് പ്രധാനപ്പെട്ട പൂരങ്ങളാണെങ്കിലും അതിലൊട്ടും പ്രാധാന്യം കുറഞ്ഞ ഒന്നല്ല ഈ വളയനാട്ടുകാവിലെ ഭരണിവേല. ഭരണിവേലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വളയനാട്ടുകാവിലെ ഭരണിവേല തന്നെയാണ്. നാടിൻ്റെ സമസ്ത മേഖലകളും ഉണരുകയാണ് അമ്മയുടെ ഏറ്റവും വലിയ ആഘോഷത്തിനും. ഭക്ഷിക്ക് തന്നെ ഉണ്ടായത്. സുമുഹൂർത്ത സമയത്ത് പായസം ഭക്ഷിച്ചപ്പോഴാണ് മഹാരാജാവ് ദശരഥൻ കാത്തിരിക്കുകയാണ്. ആഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ട്. അതികേമനാണേനും ഭരണാധികാരിയാണ്. എങ്ങനെ അത് സംഭവിക്കാന്നറിയില്ലല്ലോ. പ്രസവത്തില് കുറേശ്ശെ ഗർഭലക്ഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഗർഭമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി. അങ്ങനെ ആ കണ്ണൊക്കെ കുറേശ്ശെ വരളാൻ തുടങ്ങിയിട്ടുണ്ടാ, കുറേശ്ശെ ഗർഭലക്ഷണമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവളൊക്കെ. അങ്ങനെ ഓരോരുത്തർക്കും മൂന്നാൾക്കും ആ ഗർഭലക്ഷണമൊക്കെ തുടങ്ങി. വേണ്ടതുപോലെ ഗർഭരക്ഷയൊക്കെ ചെയ്തു തുടങ്ങി. ഭക്തരെ സംബന്ധിച്ച് ഉറക്കമില്ലാത്ത രാപ്പകലുകളാണ് ഉത്സവനാളുകൾ. സംഘടിക്കണം അതിസുഖം മമ. ഉത്സവാഘോഷ നടത്തിപ്പിന് വേണ്ടി പ്രത്യേകം കമ്മിറ്റികളും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. കോട്ടപ്പുറം തിരുവളയനാട് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ രൂപീകരണം നടക്കുന്നത് 1992-ലാണ്. കേരളത്തിലല്ല, വിദേശത്തടക്കം പ്രശസ്തി ആർജിച്ച നമ്മുടെ മുതുകാടിൻ്റെ പരിപാടികളടക്കം, പ്രൊഫസർ മുതുകാടിൻ്റെ മായാജാല പരിപാടികളടക്കം നമ്മുടെ ഈ സ്റ്റേജിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ധാരാളം മറ്റ് കലാ പ്രവർത്തനങ്ങൾ തന്നെയാണ്. നമ്മൾ ബാല്, നാടകങ്ങൾ, അതുപോലെ തന്നെയാണ് ഡാൻസ് പ്രോഗ്രാംസ്, ഇതെല്ലാം നമ്മുടെ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്താൻ കഴിഞ്ഞുള്ളത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ഒരു വിശ്വാസം നേടാൻ കൂടി സഹായിച്ചിട്ടുണ്ട്. എല്ലാ ലൈറ്റുകളും അനുസരിക്കുക, സദ്യം ക്ഷമിക്കുക, സഹകരിക്കുക. അതെ, ചന്ദ്രകാന്തയെ കാണാതെ സംസാരിക്കാതെ ഇനിയും ഒരു വിനാഴിക ജീവിക്കാൻ സാധ്യമല്ലാതാകുന്നു തേജസ്വൻ. നമുക്കിടയിൽ ശക്തനായ ഒരു ശത്രു വളരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ചന്ദ്രകാന്തയെ എങ്ങനെ സ്വന്തമാക്കാമെന്നുള്ളതാണ് ആലോചിക്കേണ്ടത്.
ഉത്സവനാളുകളിൽ തട്ടകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ വീടുകളിൽ നിന്നും അമ്മയ്ക്ക് നിറപറ നൽകുന്ന ചടങ്ങുണ്ട്. വീടിൻ്റെ ഐശ്വര്യത്തിനും കൃഷിയിടങ്ങളിലെ നല്ല വിളവിനും വേണ്ടിയുള്ള നേർച്ചയാണ് ഇത്. നാട്ടുകൂട്ടായ്മകളുടെ ചെറുവേലകൾ തട്ടകത്തിൻ്റെ 3 ദിക്കുകളെ പ്രതിനിധാനം ചെയ്താണ് കാവിലേക്ക് പുറപ്പെടുന്നത്. വടക്ക്, തെക്ക്, പടിഞ്ഞാറ് ദിക്കുകളിൽ നിന്നുള്ള ഈ വേലകളുടെ വരവാണ് ഉത്സവത്തെ ഗംഭീരമാക്കുന്നത്. ഈ വേലകളിൽ വടക്കൻ വേല പ്രധാനമായും കുലിക്കിളിയാട് ഭാഗത്തു നിന്നുമാണ് വരുന്നത്. കുളപ്പാടം, നായാടിപ്പാറ പോലുള്ള ചെറുവേലകൾ ഈ വേലയോടൊപ്പം ചേരുന്നു. പല വേലകൾ ചേർന്ന വടക്കൻ വേല കാവിൻ്റെ വടക്കേ നടയിൽ ക്ഷേത്രം തീണ്ടുന്നതിനു വേണ്ടി അമ്മയുടെ അനുവാദവും കാത്തു നിൽക്കുന്നത് ആരുടെയും ഗൃഹാതുരതയെ ഉണർത്തും. ക്ഷേത്രത്തിലേക്ക് പടിഞ്ഞാറ് ദിക്കിൽ നിന്നുള്ള വേല ആറ്റാശ്ശേരിക്കടുത്ത തോട്ടശ്ശേരിയിൽ നിന്ന് തുടങ്ങി മനുഷ്യരുടെ നിഷ്കളങ്കമായ ആഹ്ലാദ പ്രകടന വഴിപാടുകളോടെ കാവിൻ്റെ പടിഞ്ഞാറേ നടയിൽ സമ്മേളിക്കുന്നു. തെക്കുദിക്കിൽ നിന്നും വരുന്ന വേല ഈ കാവിൻ്റെ ഉത്ഭവത്തിന് നിദാനമായ കരിമ്പുഴ കോട്ടേക്കാവിൽ നിന്ന് തുടങ്ങി കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം, തോട്ടര കരിങ്കാളിക്കാവ് തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വേലകളുമായി ചേർന്ന് ക്ഷേത്രത്തിൻ്റെ തെക്കേ നടക്കിലെത്തും. ഓരോ വേലയ്ക്കും കാവിലെ കോമരം അരിയെറിഞ്ഞ് സ്വീകരിച്ചാൽ മാത്രമേ കാവിലേക്ക് പ്രവേശനമുള്ളൂ. വടക്ക്, തെക്ക്, പടിഞ്ഞാറ് എന്നീ ക്രമമാണ് ഇതിനുള്ളത്.
വേല നിരക്കലിൻ്റെ പരിസമാപ്തിയോടെ തങ്ങൾ ദേവിയുടെ ഉത്സവം ഗംഭീരമായി കൊണ്ടാടിയെന്ന് നാടൊട്ടുക്കറിയിക്കാൻ തട്ടകത്തെ നാട്ടുകൂട്ടായ്മ തട്ടകം നടങ്ങുമാറുച്ചത്തിൽ വെടിക്കെട്ട് നടത്തി പിരിയുകയാണ് പിന്നെ. അതോടെ ആ വർഷത്തെ ഭരണിവേല സമാപിക്കുന്നു. ഈ ഭരണി ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ഈ കാലഘട്ടത്തിലെ പിരിവിന് വേണ്ടി ലേലം ചെയ്ത് കൊടുക്കുകയാണ്. 13 രാമൻ. ഉത്സവാഘോഷത്തിന് കൊഴുപ്പേകാനും ഈ നാളുകളിൽ മാത്രം ലഭിക്കുന്ന മധുരപലഹാരങ്ങൾ വിൽക്കാനും ഉത്സവപ്പറമ്പുകളിൽ നിന്ന് ഉത്സവപ്പറമ്പുകളിലേക്ക് ചേക്കേറുന്ന കച്ചവടക്കാരെ ലക്ഷ്യം വെച്ച് ക്ഷേത്രപ്പറമ്പ് ലേലം ചെയ്യാറുണ്ട്. സത്യത്തിൽ അസംഖ്യം വരുന്ന ഈ കച്ചവടക്കാർ കൂടിയാണ് ഉത്സവത്തിന് ജീവൻ നൽകുന്നത്. ഉത്സവനാളുകളിൽ നടത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ആറാട്ടുകുളി. പുറപ്പാടിൻ്റെ അന്ന് രാത്രി കൊടിയേറിയതിനു ശേഷം തുടങ്ങുന്ന ആറാട്ടുകുളി പിറ്റേന്ന് മുതൽ രാവിലെകളിൽ ചെറിയാറാട്ട് ദിവസം വരെയും വലിയാറാട്ട് ദിവസം രാത്രിയിലും ഉറക്കം ദിവസം പകലും നടക്കും. ദേവിയെ നീരാടിക്കുന്ന ഈ ചടങ്ങ് അനുഷ്ഠാനത്തിൻ്റെ എല്ലാ ചിട്ടവട്ടങ്ങളോടും കൂടിയാണ് നടത്തുക പതിവ്. ഉത്സവനാളുകളിലെ പ്രത്യേക പൂജകളും സാധാരണ ദിവസങ്ങളിലെ പൂജകളും തിരുവളയനാട്ട് കാവുകളിനെ സംബന്ധിച്ച് സവിശേഷതയാർന്നതാണ്. രാവിലെ 5 മണിക്ക് നട തുറന്നാൽ ആദ്യം മലർന്നേജ്, പിന്നെ ശർക്കര പായസം, പിന്നെ ഉച്ചപൂജയ്ക്ക് പഞ്ചാര പായസം, വൈകുന്നേരം അത്താഴ പൂജയ്ക്ക് സാധാരണ ഒരു പായസം. അങ്ങനെ പിന്നെ അത് പുരോഗമിച്ച് വന്ന് പിന്നെ ത്രികാല പൂജ, പിന്നെ ഭഗവത്സേവ, അങ്ങനെ പലതും വരുന്നുണ്ട്. പിന്നെ ഈ ഇട ദിവസങ്ങൾ, അതായത് ചൊവ്വാഴ്ച ദാരുവാദം പാട്ടങ്ങൾ, കണ്ടമാനം പായസങ്ങളും കൂട്ടുപായസം ഇങ്ങനെയെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ചൊവ്വാഴ്ചയാണ് ഇവിടെ പ്രധാനം വരുന്നുള്ളത്. അന്ന് പുറമെ വെച്ച് നിവേദ്യം കണ്ടമാനം ഉണ്ടാവും. ഉഗ്രമായുള്ള ഭഗവതിയാണ്. ഏത് പുഷ്പം ഉപയോഗിക്കാം. അതിൽ പ്രധാന പുഷ്പങ്ങൾ ചുവന്ന പുഷ്പങ്ങളാണ്. അതുപോലെ ചുവന്ന പട്ട്, കഠിന പായസം, അതികഠിന മധുരമുള്ള ശർക്കര പായസം, ഇതാണ് പ്രധാനം. എല്ലാ നിവേദ്യങ്ങളും ഈ ഭഗവതിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. വെള്ളരി നിവേദ്യമാവാം, അരി നാളികേരം നേദിക്കാം, അതൊക്കെ പ്രധാനമാണ്. എല്ലാ വഴിപാടും എല്ലാ ഭഗവതിക്കും സ്വീകരിക്കാം. അതിൽ പ്രധാനപ്പെട്ടത് കഠിന പായസവും ചുവന്ന പുഷ്പങ്ങളും രക്തപ്പട്ടുമാണ്. തിരുവളയനാട്ടുകാവിൽ ഭരണിവേല കഴിഞ്ഞുള്ള ഉറക്കം നാൾ വളരെ പ്രധാനമാണ്. അന്ന് ആറാട്ടുകുളി കഴിഞ്ഞെത്തുന്ന കോമരം ദേവീഭക്തർക്ക് കൽപ്പന നടത്തുകയും അരിയേറ് നടത്തുകയും ചെയ്യും. സവിശേഷമായ അരിയേറ് ചടങ്ങിൽ പങ്കെടുത്ത് സായുജ്യമടയാൻ സ്ത്രീ പുരുഷന്മാർ തിങ്ങിക്കൂടുക പതിവാണ്. തട്ടകം വിട്ട് ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരും താമസിക്കുന്നവരുമടക്കം മിക്ക തട്ടകവാസികളും ഈ ചടങ്ങിൽ പങ്കുകൊള്ളാനെത്തും. ഗൃഹാതുരതയുടെയും ഒത്തുചേരലിൻ്റെയും അനർഘ നിമിഷമാണിത്. അരിയേറുകൊണ്ട് സായുജ്യമടയുന്ന ആളുകളുടെ ആരവം കൊണ്ട് ഭക്തി നിർഭരമാകുകയാണ് ഈ സമയത്ത് ക്ഷേത്രം. അരിയേറ് കൊണ്ടാൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് ഇതിന് പിറകിലെ വിശ്വാസം.
ഒരു വർഷത്തെ ഉത്സവത്തിൻ്റെ കൊടിയിറക്കലാണ് പിന്നെ. 16 വീടരാണ് ഇത് നിർവഹിക്കുന്നത്. ഒരുപാട് നാളുകളായി അമ്മയുടെ ഉത്സവവും ആചാരാനുഷ്ഠാനങ്ങളും ഗംഭീരമാക്കാൻ ശ്രമിച്ച് അത് ഫലപ്രാപ്തിയിൽ എത്തിയതിൻ്റെ നിറവിൽ നാട്ടുകൂട്ടായ്മകൾ പിരിയുകയാണ്. എല്ലാവർക്കും വേണ്ടി ഐശ്വര്യസമ്പൂർണമായ വരും ദിനങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടും അമ്മയുടെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടും വീടുകളിലേക്ക് മടങ്ങുന്നു. ഇവിടെ ജാതിമതഭേദമന്യേയുള്ള ഒരു സാംസ്കാരിക കൂട്ടായ്മ കാണാം. ഒരു നാടും നാട്ടാരും ഇത്രനാൾ എല്ലാം മറന്ന് അവരുടെ കഥ ആടിത്തീർക്കുകയായിരുന്നു ഇവിടെ. മണ്ണും മനുഷ്യനും പ്രകൃതിയുമായി ഒത്തിണങ്ങിയും സമരസപ്പെട്ടും കഴിഞ്ഞ കയ്യെത്തും ദൂരത്തുള്ള ഈ ജനത ജീവത്തായ നിരവധി മൂല്യങ്ങളെ എന്നും ഉയർത്തിപ്പിടിക്കുകയും താലോലിക്കുകയും ചെയ്തിട്ടുണ്ട്. അറ്റുപോയിട്ടില്ലാത്ത അവരുടെ ആദർശങ്ങളും ചിന്തകളും ഈ മണ്ണിൽ ജനിച്ചു ജീവിച്ചു പോന്ന അടിസ്ഥാന വിഭാഗങ്ങളുടേതാണ്. ഓരോരുത്തരും അവരവരുടെ അഹം വെടിഞ്ഞ് ഓരോരുത്തരുടെയും പങ്ക് നിവേദിക്കുന്ന, ഗ്രാമം മുഴുവൻ ഒരു കോലമായി ഉറയുന്ന ഉണർവിൻ്റെയും നന്മയുടെയും ഈ നാട്ടുകൂട്ടം ലോകമുള്ളിടത്തോളം കാലം അനശ്വരമായി തുടരട്ടെ. തെളിയണോ ദേശോ തെളിയണോ ദേശത്താലഞ്ചീശ്വരോ തെളിയ